തൃപ്പൂണിത്തറ ഈ ഉത്സവം അതൊക്കെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്, ചടങ്ങുകളാണ്. അതിലൊക്കെ അവിടെ ദക്ഷിണ കാണിക്ക സമർപ്പിക്കുക എന്നൊരു ചടങ്ങൊക്കെ ഉണ്ട്. പൂർണ്ണത്രയീശന് മുമ്പിൽ നമുക്ക് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു തുക അവിടെ പ്രത്യേകം സജ്ജീകരിച്ച ഒരു സ്ഥലത്ത് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മസമർപ്പണത്തിൻ്റെയൊക്കെ ശീലത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഭക്തിയുടെയും ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ഭാഗമാണ്. അത്രത്തോളം പവിത്രമായ ഒരുപാട് ചടങ്ങുകളുടെ ആറാട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നതാണ് വൃശ്ചികോത്സവം. പക്ഷേ ഇത്തവണ ചെറിയൊരു പരിപാടി ദേവസ്വം ബോർഡ് കാണിച്ചത് ബൗൺസർമാരെ ഇറക്കി. എങ്ങനെ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൃത്യമായി പറഞ്ഞാൽ, നമ്മുടെ ഈ സിനിമാ താരങ്ങളൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ ഈ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിയന്ത്രിക്കാൻ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള ചില ആളുകളെയൊക്കെ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ ഭക്തരെ നിയന്ത്രിക്കാനായി ഇറക്കുന്നു. ഇതെന്ത് പരിപാടി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉയരുന്നുണ്ട്. കാരണം ഇതൊരു ആചാര ലംഘനം കൂടിയാണ്. തീർച്ചയായും പ്രതിഷേധം ശക്തമാകുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് ജിജീഷിലേക്ക് വിശദാംശങ്ങൾ ചോദിക്കാം. ജിജീഷ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണ് ഈ വിഷയത്തിൽ? ശ്യാം, ഈ ഒരു വിഷയത്തിൽ അത് ഭക്തരുടെ മനസ്സുകളിൽ എത്രമാത്രം വേദനയുണ്ടാക്കി എന്നത് നമ്മൾ കണ്ടതാണ്. ഇക്കാര്യത്തിൽ അവർ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ നീതികേടുകളും ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല. അതിനെതിരെ നീതിയുടെ വഴിയെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഭക്തർ. അതിൻ്റെ ഭാഗമായി ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. അത് മരട് സ്വദേശിയായ ഹർജിക്കാരനാണ് ഇക്കാര്യത്തിൽ ഒരു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നടപടിക്കെതിരെ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, മുമ്പ് ഉള്ള സംഭവങ്ങൾ കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ട് വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബൗൺസർമാർ ഇത്തരത്തിൽ ബലപ്രയോഗം നടത്തിയ സാഹചര്യത്തിൽ അതിനെ ശക്തമായി തന്നെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അതേ സമാനമായ സ്ഥിതിവിശേഷം തന്നെയാണ് തൃപ്പൂണിത്തറ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് ദിവസങ്ങളിൽ അവിടെ നടന്നത്. കാരണം എഴുന്നള്ളിപ്പെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ശരീര പ്രദർശനം നടത്തിക്കൊണ്ട് മസില് പെരുപ്പിച്ച് നടക്കുന്ന ബൗൺസർമാർക്ക് മുന്നിൽ ഞെരിഞ്ഞമർന്നാണ് ഭക്തർ ഭഗവാനെ തൊഴാൻ വേണ്ടി നിൽക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത്. കായികമായി തന്നെ അവരെ തള്ളി മാറ്റുന്ന, ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയും എല്ലാം തന്നെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അതാ തന്നെയാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ ആചാര ലംഘനം അടക്കമുള്ള കാര്യങ്ങൾ വിവിധ ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭക്തജന സംഘടനകൾ തന്നെയുണ്ട്, വിവിധ ഹൈന്ദവ സംഘടനകളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. ഇവരിൽ ഈ സംഘടനകളുമായി തന്നെ ചർച്ചകൾ നടത്തുകയോ അവരോട് ഒരു ലെറ്റർ കൊടുത്താൽ പോലും നൂറുകണക്കിന് ആളുകൾ സന്നദ്ധ സേവന സഹായ സന്നദ്ധരായി മുന്നോട്ട് വരാൻ തയ്യാറാണ് എന്നിരിക്കെ അതിനൊന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല. പകരം മസിൽ പെരുപ്പിച്ച് നടക്കുന്ന ആളുകളെ മുന്നിലും പിന്നിലും, ആനയ്ക്ക് മുന്നിലും പിന്നിലും നടത്തിക്കൊണ്ട് ആചാര ലംഘനം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. സമാനമായ ഒരു സ്ഥിതി നേരത്തെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഉണ്ടായപ്പോഴും കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾക്ക് അത് ഇടയാക്കി. എന്നാൽ അതിൽ നിന്നൊന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് യാതൊരു പാഠവും പഠിക്കാൻ തയ്യാറാകുന്നില്ല. വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തറക്കാരെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, തൃപ്പൂണിത്തറക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകവും എല്ലാം തന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത്. കാരണം പിന്നീട് ചില നിമിത്തങ്ങൾ, ചില പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടി മുൻ തലമുറക്കാർ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഉത്സവ കാഴ്ച ശിവേലിക്കിടെ അശുദ്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ശുദ്ധിക്രിയകൾ നടത്തി കൊടിയിറക്കൽ ചടങ്ങുകൾ, വൃശ്ചികോത്സവത്തിൻ്റെ കൊടിയിറക്കൽ ചടങ്ങുകൾ അടക്കം മണിക്കൂറുകൾ വൈകിയാണ് ഇത്തവണ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ആറാട്ടിന് എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ മണിക്കൂറുകൾ വൈകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതേ ഘട്ടത്തിൽ തന്നെ അതുമായി തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ എങ്ങനെയാണ് ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത് എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടിയിൽ നിന്ന് ദേവസ്വം ബോർഡിനെ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബെഞ്ചിനെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ആവർത്തിക്കാനുള്ള ഒരു സാധ്യത തന്നെ ഇന്നലെ ജനന്തി തന്നെ അക്കാര്യത്തിൽ വാർത്തകൾ നൽകിയിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇതൊരു സ്ഥിരം നടപടിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്ര ഉത്സവത്തിൽ ബൗൺസർമാരെ ഇറക്കിയതുപോലെ തന്നെ ഇനി തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം, ഉത്സവ സ്ഥലങ്ങളിലെല്ലാം കാണുന്നത് ഇതൊരു ആചാര ലംഘനം മാത്രമല്ല, ഇതിന് പിന്നെ ഒരു കച്ചവട താല്പര്യം കൂടി ഉണ്ടാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ബൗൺസർ കമ്പനിയുമായിട്ട് ഇവർ വല്ല ഇടപാടും ഉണ്ടാവും. അല്ലാതെ ഇത്ര ധാർഷ്ട്യത്തോടു കൂടി ഇതൊക്കെ തീരുമാനിക്കുന്നത് പൈസയാണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിൽ.
ശ്യാം, അത് കൃത്യമായ ഒരു സംശയം തന്നെയാണ്. കാരണം നിരവധി ഭക്തർ അക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. സ്വകാര്യ ബൗൺസർ കമ്പനികളെ അല്ലെങ്കിൽ സുരക്ഷാ ഏജൻസികളെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വാഭാവികമായും പോലീസിനെയാണ് ഇത് ഏൽപ്പിച്ചത് എങ്കിൽ അതിന് കൃത്യമായ പണം അടക്കണം, അതിന് ചെലാൻ അടച്ച് പണം അക്കൗണ്ട് വഴി തന്നെ പോലീസിന് നൽകേണ്ടതുണ്ട്. അതിനെല്ലാം ഒരു കൃത്യമായ കണക്കുകൾ വരും. സ്വാഭാവികമായും ആ കണക്കുകളൊന്നും പുറത്തു കാണിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കമ്പനികളുമായി ഒരു ചർച്ചകൾ നടത്താം, അവരുമായി ഒരു ഇതിലെത്താം, ഒരു ചർച്ചയിലും ഒരു തീരുമാനത്തിലുമെല്ലാം എത്താം. അങ്ങനെ അതിലൊരു കമ്മീഷൻ ഇടപാട് നടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഭക്തർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. കാരണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 15ഓളം ബൗൺസർമാരെ ഈ ഉത്സവത്തിന്റെ 8 ദിവസങ്ങളിലും നിയോഗിക്കുന്നു. അവർക്ക് 1500 രൂപയാണ് ദിവസവേതനം. ദിവസം ഇത്തരത്തിൽ 7 മണി മുതൽ രാത്രി 11 മണി വരെ ആളുകളെ തള്ളി നീക്കാൻ വേണ്ടി, എങ്ങനെയാണോ സിനിമാ താരങ്ങൾ അടക്കം മുന്നോട്ട് പോകുമ്പോൾ അവിടെ മുന്നോട്ട് വരുന്ന ആരാധകരെ ബലം പ്രയോഗിച്ച് നീക്കുന്നത്, അതുപോലെയാണ് വിശ്വാസപൂർവ്വം തൊഴുതു നിൽക്കുന്ന ഭക്തരെ ശാരീരികമായി കയ്യേറ്റം ചെയ്തുകൊണ്ടും അവർക്ക് മേൽ ബലം പ്രയോഗിച്ചുകൊണ്ടും നീക്കം ചെയ്യുന്ന ഈ ബൗൺസർമാർ നടത്തുന്നത്. ഈ ഒരു പണം നൽകുമ്പോൾ എത്ര രൂപ ഇതിനു വേണ്ടി മുടക്കിയിട്ടുണ്ട്, ആരുമായിട്ടെല്ലാമാണ് കരാർ, ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെൻഡറുകൾ വിളിക്കുകയോ നിശ്ചിത നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്യാം സൂചിപ്പിച്ചതുപോലെ അക്കാര്യത്തിൽ വലിയൊരു സംശയം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശന്റെ വിശ്വാസികളെ, ഭഗവാന്റെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അവരുടെ മനസ്സുകളിൽ ആ ഒരു ആശങ്കയുണ്ട്. ഇതിന് പിന്നിൽ നടന്നിട്ടിരിക്കുന്ന ചരടുവേലികൾ, താല്പര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. വളരെ നാളുകളായി അവിടെ നിലവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരിട്ടാണ് ഈ ഉത്സവങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതി, ഉപദേശക സമിതി ഒന്നും തന്നെ നിലവിലില്ല. അതെല്ലാം പിരിച്ചുവിടപ്പെട്ടതാണ്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ ഏറെയാണ്. എന്തിനാണ് ഈ ബൗൺസർമാരെ ഇറക്കിയിരിക്കുന്നത്? ഇത്തരം കമ്പനികളുമായി, സ്വകാര്യ കമ്പനികളുമായി ഒത്തുതീർപ്പുകളിലും ചർച്ചകളും നടത്തി അവരുമായി ഒരു കരാർ ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഈ ബൗൺസർമാരെ എങ്ങനെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചു? അവർ വിശ്വാസികളാണോ? അവരുടെ പശ്ചാത്തലം എങ്ങനെയുള്ളതാണ് എന്ന് പരിശോധിച്ചിട്ടാണോ ഈ ആളുകളെ നിയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളടക്കം പരിശോധിക്കണം. എന്തുകൊണ്ട് അങ്ങനെ ആളുകളെ പുറത്തുനിന്ന് വിളിക്കുമ്പോൾ ആ ബനിയൻ ഇട്ടുകൊണ്ട്, കറുത്ത ടീഷർട്ട് ധരിച്ചുകൊണ്ട്, പുറത്ത് ബൗൺസർ എന്ന് എഴുതിയ വലിയ ലെറ്ററുകൾ പതിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണവും ഒപ്പം തന്നെ കോടതിയുടെ ഇടപെടൽ ഏത് തരത്തിലായിരിക്കും എന്നതും ഏറ്റവും പ്രസക്തവുമാണ്. ശ്യാം, എന്തായാലും അത് തന്നെയാണ് ജിജീഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പലരും ചോദിക്കുന്നുണ്ട്, ഇത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഈ ആചാര ലംഘനം എന്നത് മാത്രമല്ല, ഇതിന് പിന്നെ ഒരു കച്ചവട താല്പര്യം കൂടി കൃത്യമായി തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെയൊക്കെ പശ്ചാത്തലം എന്താണ്? ഇപ്പം ഈ ബൗൺസർമാരായിട്ട് അവിടെ നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ ഇവർ വരുമ്പോൾ ഇവരൊക്കെ ആരുടെയെങ്കിലും ബിനാമികളാകുമോ? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ തന്നെ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഈ ശബരിമലയും സന്നിധാനത്തെയും ഒക്കെ സംഘടിത കാട്ടുകൊള്ളയ്ക്ക് അരങ്ങൊരുക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രധാനപ്പെട്ട സന്നദ്ധ സംഘടനകളെയൊക്കെ ഇവർ മലയിറക്കിയിട്ടുണ്ട് ബോധപൂർവം. അന്ന് യുവതീ പ്രവേശന കോലാഹലങ്ങൾ മുൻകൂട്ടി പറഞ്ഞാണ് അയ്യപ്പ സമാജം ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളെയും അവിടെ നിന്ന് താഴെ ഇറക്കിയത്. അതെന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതാ ആ സംഘടിത കൊള്ള നടത്താനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഒരുക്കാൻ വേണ്ടി ഇവരെല്ലാവരെയും താഴെ ഇറക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന അധികാരം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അവിടെ എത്തിച്ച് എല്ലാം അധീനതയിലാക്കി ഭഗവാന്റെ എല്ലാം കട്ടുകൊണ്ടുപോകാനുള്ള നീക്കമാണോ എന്ന് സംശയിച്ചാൽ എന്താണ് തെറ്റ്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു